ദൈവവിളി എന്ന് പറയുന്നത് ജനനത്തിന് മുൻപ് മുതൽ നിരന്തരമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞാനൊരു പുരോഹിതനാകണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല ആ കാലഘട്ടങ്ങളിലൊന്നും. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരിയേറെ സ്വപ്നങ്ങളും പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ലോകത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതെല്ലാം നഷ്ടപ്പെടുത്താനുള്ള ഒന്നാണ്. അതുകൊണ്ട് അനന്യമായത്, അനശ്വരമായത്, നിലനിൽക്കുന്നത് എന്താണ് എന്നുള്ള ഒരു തേടൽ, ഒരു അന്വേഷണമാണ് എന്നെ പൗരോഹിത്യത്തിലേക്ക് വഴിതിരിച്ച് വിടാനുള്ള ഒരു പ്രധാന കാരണം. പുരോഹിതൻ്റെ പരമവും ആത്യന്തികവുമായ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യന് ദൈവത്തെ കാട്ടിക്കൊടുക്കുക. ഏറ്റവും വലിയ ഫോർമേഷൻ, ദൈവത്തിൻ്റെ ഫോർമേഷൻ നടന്നത് പാഠപുസ്തകങ്ങളിലോ മനുഷ്യരിലൂടെയൊന്നുമല്ല, ശക്തമായ ചില ജീവിത അനുഭവങ്ങളിലൂടെയാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ വൈദികരുടെ അഭാവം മൂലം, വൈദികരുടെ കുറവ് മൂലം അടഞ്ഞു കിടക്കുന്ന ദേവാലയങ്ങൾ എന്നെ ഒത്തിരിയേറെ ദുഃഖിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സ്വാധീനിക്കുകയും ചെയ്തു. ദൈവം നമ്മെ വിളിക്കുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായ പദ്ധതിയോടെയും സ്വപ്നത്തോടെയും ഒക്കെ ആയിരിക്കും ദൈവം നമ്മെ വിളിക്കുക. എൻ്റെ പേര് റോജസ് തോമസ്. ഈശോസഭ അംഗമാണ്. വീട് കോട്ടയം ജില്ലയിൽ നെടുമണ്ണി എന്ന് പറയുന്ന സ്ഥലം, ചങ്ങനാശ്ശേരി അതിരൂപത. 2024 ഏപ്രിൽ 6-ാം തീയതിയാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. എൻ്റെ വീട്ടിൽ മാതാപിതാക്കൾ, പിതാവിൻ്റെ പേര് തോമസ്, ജോയിച്ചൻ എന്ന് നാട്ടിൽ വിളിക്കും. അമ്മയുടെ പേര് റോസമ്മ. എനിക്കൊരു അനുജനാണുള്ളത്. അനുജൻ്റെ പേര് റോബിൻസ്. അനുജൻ്റെ ഭാര്യ മെറിൻ. 2 കുഞ്ഞുങ്ങൾ, ഇസബൽ, ആഗ്നസ്. അനുജനും കുടുംബവും ഒക്കെ അമേരിക്കയിലാണ്. അവൻ എൻജിനീയറാണ്. ഭാര്യ ഡോക്ടറാണ്. അവരവിടെ ജീവിക്കുന്നു. മാതാപിതാക്കൾ നാട്ടിൽ തന്നെ, ഇപ്പോൾ നെടുമണ്ണിയിൽ തന്നെ ജീവിക്കുന്നു. ജീവിതയാത്ര ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ദൈവവിളിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യത്തിലും, അതുപോലെ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായം 15-ാം വാക്യങ്ങളിലുമൊക്കെ പറയുന്നത് പോലെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞ് തിരഞ്ഞെടുത്തു എന്നത് തന്നെയാണ്. ഉരുവായതിന് ശേഷമല്ല, ഉരുവാകുന്നതിന്, നിർമ്മിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ദൈവം തിരഞ്ഞെടുത്തു, വിളിച്ചു എന്നതാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ബോധ്യം. പക്ഷേ ആ ദൈവവിളി ഓരോ വ്യക്തികളും തിരിച്ചറിയുന്നത് പല സന്ദർഭങ്ങളിലൂടെ, ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെ ആണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് ദൈവവിളി എന്ന് പറയുന്നത് ജനനത്തിന് മുൻപ് മുതൽ നിരന്തരമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ഏതെങ്കിലും ഒരു ജീവിതത്തിലെ ഒരു പ്രത്യേക നിമിഷത്തിലോ ഒരു വർഷത്തിലോ തോന്നുന്ന ഒരു കാര്യമല്ല. അത് ജീവിതത്തിലുടനീളം നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവം ആദ്യം ഇടപെട്ടത് തീർച്ചയായിട്ടും മാതാപിതാക്കളിൽ കൂടി തന്നെയാണ്. ചെറുപ്പത്തിൽ വളരെ പ്രത്യേകമായി എൻ്റെ മമ്മിയും ഡാഡയും എനിക്ക് പറഞ്ഞു തന്ന കഥകൾ, വളരെ പ്രത്യേകമായി മമ്മി ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞിരുന്നത് സുവിശേഷത്തിൽ നിന്നുള്ള യേശുവിൻ്റെ കഥകളായിരുന്നു. ഡാഡ അത്രയും ഒന്നും കഥകൾ പറയില്ലെങ്കിലും സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമൊക്കെയുള്ള നല്ല ചിത്രങ്ങളും നല്ല ചിന്തകളുമൊക്കെ എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തീരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളുടെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് നൽകിയ കഥകൾ എൻ്റെ ജീവിതത്തിൻ്റെ രൂപവത്കരണത്തിന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കാരണമായി തീർന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക. പിന്നീട് വളർന്നു വന്നപ്പോൾ എനിക്കൊരു എഴുത്തും വായനയൊക്കെ വായിക്കാവുന്ന പ്രായമായപ്പോൾ ഞാൻ ആദ്യം വായിച്ചത് ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകവുമായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഉൽപ്പത്തിയോടും പുറപ്പാടിനോടും ഒക്കെ അന്ന് അത്രയും ഒരു താല്പര്യം തോന്നിയത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെ ഒരു താല്പര്യം, ഒരിഷ്ടം ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകി. അങ്ങനെ ഒരു 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും എത്തുന്ന ആ ഒരു പ്രായത്തിൽ തന്നെ ഞാൻ ഉൽപ്പത്തിയിലെയും പുറപ്പാടിലെയും ഒക്കെ കഥകളൊക്കെ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നീട് ജീവിതത്തിലുണ്ടായ വിവിധ പലതരത്തിലുള്ള അനുഭവങ്ങൾ വളർന്നു വന്നപ്പോൾ സ്കൂൾ പ്രായത്തിൽ
ഫ്രാൻസിസ് അസിസിയെക്കുറിച്ചുള്ള നിക്കോസ് കസൻസക്കീസിൻ്റെ ഒരു നോവൽ വായിച്ചു. അതിലെ ഫ്രാൻസിസ് അസിസിയുടെ ചിത്രം എന്നെ ഹൃദയത്തിൽ ഒത്തിരിയേറെ സ്വാധീനിച്ചു. വീണ്ടും മുൻപോട്ട് യാത്ര ചെയ്തപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പഠനകാലത്തൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഒരു ഡിവൈൻ വോയിസിലൂടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ചിത്രം, വിശുദ്ധ കുർബാന അർപ്പിക്കുക, അതിൽ ഭാഗവാക്കാകുക എന്ന് പറയുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് നൽകപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി, വിശുദ്ധ കുർബാനയോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയൊക്കെ കാരണമായി തീർന്നു. പക്ഷേ അപ്പോഴൊന്നും ഞാനൊരു പുരോഹിതനാകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പൗരോഹിത്യത്തോട് പതുക്കെ ഒരു ബഹുമാനം വളർന്നു വന്നെങ്കിലും ഞാനൊരു പുരോഹിതനാകണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല ആ കാലഘട്ടങ്ങളിലൊന്നും. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരിയേറെ സ്വപ്നങ്ങളും പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു. എൻജിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും അതിനുശേഷം എംടെക് എയ്റോസ്പേസ് പ്രൊപ്പൽഷൻ എഞ്ചിനീയറിംഗും ഒക്കെയാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അധ്യാപകനായിരുന്നു 4 വർഷത്തോളം കാലം. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ കുറച്ചുകൂടെ ഒരു നല്ല ഗവേഷകനായി തീരുക, കുറച്ച് കൂടുതൽ പഠിക്കുക, റിസർച്ച് ചെയ്യുക, നല്ലൊരു അധ്യാപകനായി തീരുക, ഇതൊക്കെ മാത്രമായിരുന്നു ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും. അതുപോലെ തന്നെ വിവാഹം കഴിക്കുക, എങ്ങനെയുള്ള ഒരു കുടുംബം ഉണ്ടാകണം, എത്ര മക്കളുണ്ടാവണം, ഇങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പുരോഹിതനാകുന്നതിനെക്കുറിച്ച് ഞാൻ കാര്യമായി ആ കാലഘട്ടങ്ങളിലൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി തീർന്നത് ഞാനൊരു 25-ാമത്തെ വയസ്സിലാണ് IIT ബോംബെയിൽ എത്തിച്ചേർന്നത് പഠനത്തിന് വേണ്ടി. അപ്പോൾ അവിടെ എത്തുമ്പോൾ പദ്ധതികൾ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പദ്ധതികളും ആ പദ്ധതികളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള പ്രാർത്ഥനകളും മാത്രമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ ഞാൻ പോലും ഒരിക്കലും അറിയാതെ എനിക്ക് വേണ്ടി ദൈവം ഒരു പദ്ധതി അന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. IIT ബോംബെയിലെ പഠനകാലത്ത് സംഭവിച്ച ഒരു വലിയ കാര്യം, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനോട് അടുത്ത് തന്നെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു, ഹോളി ട്രിനിറ്റി ചർച്ച് എന്ന് പറയുന്ന ദേവാലയം. ഞാൻ എല്ലാ വൈകുന്നേരങ്ങളിലും അവിടെ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുറച്ചു നേരം ആരാധനയ്ക്ക് ചെലവഴിക്കുന്നതിനും എല്ലാ ദിവസവും മുടങ്ങാതെ പോയിരുന്നു. അപ്പോൾ ആ ഒരു കാലയളവിലാണ് പതുക്കെ ഇങ്ങനെയൊരു സ്വപ്നം ഹൃദയത്തിൽ പതുക്കെ ശക്തമാകാനായിട്ട് ഇടയായത്. ഇരുപത്തിയഞ്ച് 27 വയസ്സ് കാലഘട്ടങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വഴിത്തിരിവായ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പോകാനായി ആഗ്രഹിച്ചിരുന്ന ദിശയിൽ നിന്നും വഴിമാറി മറ്റൊരു ദിശയിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്ന വർഷങ്ങൾ. ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിതത്തിൽ വളരെ ശക്തമായി എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്, എൻ്റെ ആത്മാവിന് ഏറ്റവും ലാഭകരമായത് എന്താണ്, എൻ്റെ മനുഷ്യജന്മം ഏറ്റവും കൂടുതൽ ധന്യമാകുന്നത് എന്താണ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഞാൻ ഈ ലോകത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം, നേടുന്നതെല്ലാം നഷ്ടപ്പെടുത്താനുള്ള ഒന്നാണ്. അതുകൊണ്ട് അനന്യമായത്, അനശ്വരമായത്, നിലനിൽക്കുന്നത് എന്താണ് എന്നുള്ള ഒരു തേടൽ, ഒരു അന്വേഷണമാണ് എന്നെ പൗരോഹിത്യത്തിലേക്ക് വഴിതിരിച്ച് വിടാനുള്ള ഒരു പ്രധാന കാരണം. അതോടൊപ്പം തന്നെ അന്ന് IIT ബോംബെയിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ സഹപാഠികളൊക്കെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ബ്രില്യൻ മൈൻഡ്സാണ്, വളരെയേറെ കഴിവുകളുള്ളവർ. ഒരു ടെക്നിക്കൽ ഫീൽഡിൽ അങ്ങേയറ്റത്തെ കഴിവുകളുള്ള ആളുകളുടെ കൂടെയാണ് ഞാൻ പഠിച്ചത്. പക്ഷേ പല ആളുകളും, പല മനുഷ്യരും ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്വപ്നങ്ങൾ കണ്ടത് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചു. കൂടുതൽ പണമുണ്ടാക്കണം, അല്ലെങ്കിൽ കൂടുതൽ പ്രശസ്തി ഉണ്ടാകണം, കൂടുതൽ ആഡംബരത്തിൽ ജീവിക്കണം എന്നുള്ള സ്വപ്നങ്ങൾ, ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്നതാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് എന്താണ് എൻ്റെ ജീവിതം ധന്യമാകുന്നതിന് വേണ്ടി, ഫലവത്താകുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു ചിന്ത. ആ ചിന്തയാണ് പതുക്കെ എന്നെ പൗരോഹിത്യത്തിലേക്ക് ആകർഷിച്ചത്. ദൈവം അനുകൂലമായ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ അക്കാലഘട്ടത്തിൽ ഒരുക്കി തന്നിരുന്നു. എൻ്റെ പഠനത്തിൻ്റെ 2ാം വർഷം ഞാനൊരു സ്കോളർഷിപ്പ് ലഭിച്ച് ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചേർന്നു. അവിടെ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാമായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള ദേവാലയങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് അതിലെ വിശുദ്ധ കുർബാനയുടെ സമയമൊക്കെ കണ്ടുപിടിച്ച് ഞാൻ എല്ലാ ദിവസവും തന്നെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ വൈദികരുടെ അഭാവം മൂലം, വൈദികരുടെ കുറവ് മൂലം അടഞ്ഞു കിടക്കുന്ന ദേവാലയങ്ങൾ എന്നെ ഒത്തിരിയേറെ ദുഃഖിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സ്വാധീനിക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം,
ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കണ്ടിരുന്ന ചില യൂട്യൂബ് വീഡിയോകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ചില ഇൻസൈറ്റ്സ് ഒക്കെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ പുരോഹിതനായ ഈ സന്യാസ ജീവിതത്തിലേക്ക് വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ ഈ പല യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും എല്ലാം അപ്രത്യക്ഷമായി പോയി. അതിനെന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം വേറെ ആരും അതിൽ പോസ്റ്റ് ചെയ്തില്ല. പക്ഷെ അന്ന് എന്നെ സ്വാധീനിക്കുന്ന കുറേയേറെ ചിന്തകളും കുറേയേറെ അനുഭവങ്ങളും ഒക്കെ ഇതുവഴി എനിക്ക് ലഭിച്ചു. ഇരുപത്തിയേഴ് വയസ്സായപ്പോഴേക്കും പൗരോഹിത്യ ജീവിതം തന്നെയാണ് എൻ്റെ ഒരു ജീവിത വിളി വഴി എന്നുള്ള ഒരു കാര്യത്തിലൊരു ക്ലാരിറ്റി ആയിരുന്നു. ഫ്രാൻസിസ് അസീസിയോട് പ്രത്യേകമായ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു കപ്പൂച്ചിൻ വൈദികനാകണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. അക്കാര്യത്തിൽ ആദ്യമൊന്നും ഒരു സംശയവും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ബോംബെ അതിനുശേഷമുള്ള ജർമ്മനി പഠനങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി വീണ്ടും ഒന്ന് ആലോചിക്കാൻ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഇതിലൊരു ക്ലാരിറ്റി കൂടുതലുണ്ടാകുന്നതിന് വേണ്ടി തിരിച്ച് നാട്ടിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിയതിന് ശേഷം കത്തോലിക്ക സഭയിലെ വിവിധ സന്യാസ സമൂഹങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അങ്ങനെ വീണ്ടും ഞാൻ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതിയിലെത്തി. അവിടെ അധ്യാപകനായി തുടർന്നു. അതോടൊപ്പം തന്നെ വിവിധ സന്യാസ സമൂഹങ്ങളെക്കുറിച്ച് പഠിച്ചു. പല വൈദികരുമായിട്ട് സംസാരിച്ചു. ചില സന്യാസ ഭവനങ്ങളിലൊക്കെ ചെന്ന് താമസിച്ചു. അങ്ങനെ ഏറ്റവും അവസാനമാണ് ഈശോ സഭയെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് തുടങ്ങിയത്. ഇപ്പോൾ ഈശോ സഭയെക്കുറിച്ച് വളരെ പ്രത്യേകമായ വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെയും ഈശോ സഭയിലെ 2 വലിയ വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനോടൊരു കൂടുതൽ ആകർഷണം, എൻ്റെ ജീവിതവുമായി കുറേ സാമ്യമുള്ളതുപോലെ ഒരു ആകർഷണവും, അതോടൊപ്പം തന്നെ ആ ഒരു ചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതൊന്നുമില്ല എന്നുള്ള ഒരു കാര്യവും, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് എന്നുള്ള ഒരു തോന്നൽ, ഒരു ചിന്ത, ഒരു അനുഭവം ഹൃദയത്തിലുണ്ടായി. മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകുന്നൊരു ആശങ്ക എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ മാതാപിതാക്കളോട് ഇത് പറഞ്ഞപ്പോൾ തുടക്കം ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് വളരെ നല്ല ഒരു സപ്പോർട്ടുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് ലഭിച്ചത്. എൻ്റെ മമ്മിയും ഡാഡയും 2 പേരും പള്ളിയോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നവരും നല്ല ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതികരണം, സപ്പോർട്ടും ഒക്കെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ലഭിച്ചു. അതോടൊപ്പം തന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എൻ്റെ അനുജൻ്റെ ഒരു പിന്തുണ. ഞങ്ങൾ 2 ആൺമക്കളാണ് വീട്ടിൽ. അതുകൊണ്ട് തന്നെ ഒരാൾ വീട് ഉപേക്ഷിച്ച് പോകുമ്പോൾ മറ്റൊരാൾക്ക് ഉത്തരവാദിത്വം കൂടും. പക്ഷെ അനുജനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിച്ചു. നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള വളരെ പ്രോത്സാഹനം നൽകുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതികരണമാണ് എൻ്റെ അനുജൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. തീർച്ചയായിട്ടും 2 ആൺമക്കളും എൻ്റെ അനുജൻ വിദേശത്താണ്, ഞാൻ സെമിനാരിയിലേക്ക് പോകുന്നു. അതിനുശേഷമുള്ള മാതാപിതാക്കളുടെ ഒറ്റയ്ക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. അവർ ഒത്തിരിയേറെ കുറച്ചൊക്കെ ഏകാന്തതയും, മക്കൾ 2 പേരും സ്ഥലത്തില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളിലൊക്കെ കുറേ നാൾ കടന്നുപോയി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ദൈവവിളിക്ക് അവർ നൽകിയ വിലയും വളരെ വളരെ വലുതായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ലോകത്തിലുള്ള എന്തിനോടെങ്കിലും വിരക്തി തോന്നിയതുകൊണ്ടോ ലോകം ആകർഷകമല്ല എന്ന് തോന്നിയതുകൊണ്ടോ അല്ല വൈദികനായിട്ടുള്ള ഒരു വഴി തിരഞ്ഞെടുത്തത്. ലോകം വളരെ മനോഹരമായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ടത് അതുവരെ ജീവിതത്തിൽ കണ്ടുകൂട്ടിയ സ്വപ്നങ്ങളും പദ്ധതികളും ഭാവിയെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളും ഒക്കെ തന്നെയായിരുന്നു. നല്ലൊരു കുടുംബം ഉണ്ടാകണം, ഒരു നല്ല ഗവേഷകനാകണം, എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ലൊരു ഗവേഷകനാകണം എന്നൊക്കെ, ആ മേഖലയിലൊക്കെ പേരെടുക്കണമെന്നൊക്കെ വളരെ ശക്തമായ ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് വരുന്നത് തീർച്ചയായിട്ടും ഒത്തിരിയേറെ വേദനയുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. എൻ്റെ വീട്ടിലുള്ള സെമിനാരിയിൽ ചേരുന്നതിനുള്ള അവസാന ദിവസങ്ങളിലൊക്കെ കട്ടിലിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമായിരുന്നു. ഇനി ഈ കട്ടിലിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുകയില്ലല്ലോ, അല്ലെങ്കിൽ ഈ സന്യാസ ഭവനത്തിലേക്കുള്ള യാത്രയിലൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി ഒന്ന് തിരിച്ചു പോകാൻ സാധിച്ചിരുന്നെങ്കിൽ, കുറച്ച് ദിവസം കൂടെ വീട്ടിലൊന്ന് ചിലവഴിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, എങ്ങനെയെങ്കിലും ഈ യാത്ര മുടങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒന്ന് ഭയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവമാണ് വിളിച്ചത്. ആ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ഒരു വഴി നടത്തലുമൊക്കെ വളരെ ശക്തമായി കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 10 വർഷങ്ങൾ യാത്ര ചെയ്യാൻ സാധിച്ചതും ഒരു വൈദികനാകാൻ സാധിച്ചതും ഒക്കെ ദൈവത്തിൻ്റെ വഴി നടത്തലുകളും ഫോർമേഷനും ഒക്കെ ശക്തമായിട്ടുണ്ടെന്ന് തന്നെയാണ്
എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 1.5 വർഷവും സന്യാസ ജീവിതം ആരംഭിച്ച് ഒരു 11 വർഷവും പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ 11 വർഷ കാലഘട്ടങ്ങളിലൊക്കെ വഴി നടത്തിയത് ദൈവം തന്നെയായിരുന്നു എന്നുള്ള ഒരു ശക്തമായ ബോധ്യമാണ് മനസ്സിലുള്ളത്. ഏറ്റവും വലിയ ഫോർമേഷൻ, ദൈവത്തിൻ്റെ ഫോർമേഷൻ നടന്നത് പാഠപുസ്തകങ്ങളിലോ മനുഷ്യരിലൂടെയൊന്നുമല്ല, ശക്തമായ ചില ജീവിത അനുഭവങ്ങളിലൂടെയാണ്. സന്തോഷത്തിന് ചില അനുഭവങ്ങളും അതോടൊപ്പം തന്നെ പ്രതിസന്ധികളിലൂടെ ദൈവം കടത്തിവിട്ട ചില അനുഭവങ്ങളിലും. അപ്പോൾ അനുഭവങ്ങളിലൂടെയാണ് ദൈവം ഏറ്റവും വലിയ ഒരു ഫോർമേഷൻ എനിക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി ദൈവത്തോട് പറയാനുള്ളത് എന്നെ ഒരു പുരോഹിതനായിട്ട് തിരഞ്ഞെടുത്തു എന്നതിനാണ്. കാരണം ഞാൻ ഈ യാത്ര ആരംഭിച്ചപ്പോൾ എന്നിലുണ്ട് എന്ന് ഞാൻ തന്നെ അറിയാതിരുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വിളിക്ക് യോഗ്യമായ രീതിയിൽ ദൈവം എന്നിൽ കണ്ട പല കാര്യങ്ങളും കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു പൗരോഹിത്യ ജീവിതത്തിലൂടെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവം എന്നെ വിളിച്ചത്, തിരഞ്ഞെടുത്തത് ഒക്കെ ഒരു വ്യക്തമായ പദ്ധതിയോടുകൂടെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ദൈവത്തോട് വളരെയേറെ നന്ദിയും ഒക്കെ തോന്നുന്നു മനസ്സിൽ. ഒരു പൗരോഹിത്യത്തെക്കുറിച്ച് മനസ്സിലുള്ള ചിത്രം ഒന്നുകിൽ ഒരു വഴിയിലുള്ള ഒരു ചൂണ്ടുപലകയുടെ ചിത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇരുട്ടുള്ള ഒരു വഴിയിലെ ഒരു വഴിവിളക്കിൻ്റെ ചിത്രം. ആളുകൾ നടന്നു പോകുമ്പം ഇതാണ് വഴി, ഈ വഴിയിലൂടെ പോവുക എന്ന് പറയുന്ന ഒരു ചൂണ്ടുപലക. മുഴുവൻ വഴിയും പറഞ്ഞു കൊടുക്കാൻ ഒരു പക്ഷേ പറ്റിയില്ലെങ്കിലും ഇതാണ് വഴി എന്ന്, ഇതുവഴി പോവുക എന്ന് പറയുന്ന ഒരു ചൂണ്ടുപലകയോ, അല്ലെങ്കിൽ ഇരുട്ടിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ഒരല്പം വെളിച്ചം കൊടുക്കുന്നതിനുള്ള ഒരു വഴിവിളക്കാകുന്നതിനുള്ള ഒരു ദൗത്യവും. അപ്പം അതാണ് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം, എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം. എന്താണ് ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയ ദൗത്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവത്തെ കാട്ടിക്കൊടുക്കുക, ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുക എന്ന് തന്നെയാണ്. ഒരു പുരോഹിതൻ ഒരുപക്ഷെ മറ്റ് പല ദൗത്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. ഒരു അധ്യാപകനാവാം, ഒരു സാമൂഹിക പ്രവർത്തകനാകാം, മറ്റ് പല കാര്യങ്ങളും, കലാകാരനാകാം. പക്ഷേ എന്തു തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പുരോഹിതൻ്റെ പരമവും ആത്യന്തികവുമായ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യന് ദൈവത്തെ കാട്ടിക്കൊടുക്കുക. അത് വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും പെരുമാറ്റത്തിലൂടെയൊക്കെ ദൈവത്തെ കാട്ടിക്കൊടുക്കുക, ദൈവത്തിൻ്റെ വഴിയിലേക്ക്, ദൈവത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാൻ സഹായിക്കുക എന്നുള്ളതാണ് ഒരു വൈദികൻ്റെ പരമവും ആത്യന്തികവുമായ ദൗത്യമെന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. പൗരോഹിത്യം സ്വീകരിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം സേവനമനുഷ്ഠിച്ചത് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള പാലാരിവട്ടം സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലായിരുന്നു, അസിസ്റ്റൻറ്റ് വികാരിയായിട്ട്. ഒരു പുരോഹിതന് ലഭിക്കുന്ന ആ ഒരു സൗഭാഗ്യം എത്രമാത്രമാണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞ ഒരു വർഷമായിരുന്നു. പ്രത്യേകിച്ചും ബലിപീഠത്തിൽ കൈകൾ വെച്ചുകൊണ്ട് കർത്താവിനെ തൊട്ടുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിക്കാൻ സാധിക്കുക എന്നത് വളരെ വളരെ വിലമതിക്കാനാവാത്ത ഒരു അനുഗ്രഹം തന്നെയാണ്. പ്രത്യേകിച്ചും ആ ബലിപീഠത്തിൽ നിന്ന് ബലിയർപ്പിക്കുമ്പോൾ താഴെ നിന്ന് ബലിയർപ്പിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി കർത്താവിൻ്റെ കൂടെ മനുഷ്യൻ്റെ ആ ഒരു ദൈവം നൽകിയ ആ ഒരു രക്ഷാകര പദ്ധതിയൊക്കെ മനസ്സിലാക്കി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കുന്നത് വളരെ വലിയൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷം ധാരാളം ആളുകളുടെ കുമ്പസാരം കേൾക്കുന്നതിനുള്ള ഒരു അനുഗ്രഹം കൂടി ദൈവം തന്നു. അപ്പോൾ ഒത്തിരിയേറെ ആളുകളെ അവരുടെ ജീവിതത്തിലെ ജീവിതയാത്രയിൽ അവരുടെ വേദനകളുടെ അനുഭവങ്ങളിൽ അനുയാത്ര ചെയ്യുന്നതിന് ദൈവത്തെ പകർന്നു കൊടുക്കുന്നതിനുള്ള ഒരു കൃപ, ഒത്തിരിയേറെ ആളുകളോട് സംവദിക്കുന്നതിനുള്ള, അവർക്കൊരു സാന്ത്വനമാകുന്നതിനുള്ള ഒരു അവസരം നന്നായി അനുഭവിച്ചറിഞ്ഞ, ആ ഒരു സൗഭാഗ്യം അനുഭവിച്ചറിഞ്ഞ കർത്താവ് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മാതാപിതാക്കളെയും കുടുംബത്തെയൊക്കെ ഉപേക്ഷിക്കുമ്പോൾ 100 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തരുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ യുക്തിയുടെ തലത്തിലൊക്കെ നമ്മൾ ചിന്തിച്ച് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് വേണേൽ ആർഗ്യൂ ചെയ്യാമായിരിക്കും. പക്ഷേ അനുഭവത്തിൻ്റെ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറഞ്ഞു വെച്ചത് വളരെ സത്യമാണ് എന്ന് പല അനുഭവങ്ങളിലൂടെ തോന്നിയ ഒരു വർഷമായിരുന്നു എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ കഴിഞ്ഞ ആദ്യ വർഷം. എന്നെ കേൾക്കുന്നവരോട് എനിക്ക് വളരെ പ്രത്യേകമായി എടുത്തു പറയാനുള്ള ഒരു കാര്യം വിശുദ്ധ കുർബാനയുടെ ഒരു കാര്യമാണ്. മനുഷ്യന് ഒരു ക്രിസ്ത്യാനിയായിട്ട് ഒരു ജന്മം ലഭിച്ചെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത്.
അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അർത്ഥം മനസ്സിലാക്കി ആഴങ്ങളിലേക്ക് ഇറങ്ങി കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുക ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പലപ്പോഴും മനുഷ്യൻ പ്രാർത്ഥനകളെയൊക്കെ ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നോക്കിക്കാണാറുണ്ട്. കൂടുതൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അല്ലെ ദൈവം മുകളിൽ ഇരുന്നൊരു ലിസ്റ്റ് എടുത്ത് എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു, എത്ര പ്രാർത്ഥന ചൊല്ലുന്നു എന്നൊക്കെ കണക്കുകൂട്ടുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ ചിത്രീകരിക്കാറുണ്ട്. എങ്കിലും ഞാൻ വിശ്വസിക്കുക, നാം ആഴങ്ങളിലേക്ക് ഇറങ്ങി പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കി, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പലവിചാരം കൂടാതെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പങ്കെടുക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് കരുതുന്നു. അതോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം, ഒരു ക്രിസ്ത്യാനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് വിശുദ്ധ കുമ്പസാരം. എന്നാൽ അവിടെയുള്ള ഒരു അപകടം, പലപ്പോഴും ഒരു ക്രിസ്ത്യാനി കുമ്പസാരത്തെ കാണുന്നത് അവിടെ ഇരിക്കുന്ന ക്രിസ്തു ന്യായാധിപനായി പാപങ്ങളുടെ കണക്ക് വെച്ച് പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന ഒരു ന്യായാധിപനെ പോലെ, അങ്ങനെയാണെങ്കിൽ മാത്രം അനുഗ്രഹിക്കുന്ന ഒരു ന്യായാധിപനെ പോലെയൊക്കെ ചിലപ്പോൾ മനുഷ്യൻ തെറ്റിദ്ധരിച്ച് ദൈവത്തെ ചിത്രീകരിക്കാറുണ്ട്. എങ്കിലും കുമ്പസാരക്കൂട്ടി ഇരിക്കുന്ന ക്രിസ്തു കാരുണ്യവാനായ, മനുഷ്യൻ്റെ എല്ലാ വേദനകളും മുറിവുകളും ജീവിതത്തിലെ എല്ലാ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന നല്ല ഒരു വൈദ്യനാണ്, ഒരു ഹീലറാണ് എന്നുള്ള ഒരു ചിത്രത്തോടു കൂടെ കുമ്പസാരിക്കാൻ പോവുക. ഞാൻ എവിടെയൊക്കെയാണ് മുറിവേറ്റിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടെ കർത്താവിനോട് തുറന്നു പറയുക. കർത്താവ് വിധി കൽപ്പിക്കുകയല്ല, സൗഖ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു തിരിച്ചറിവിൻ്റെ ആഴവും കഴിഞ്ഞൊരു വർഷത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് അതിനുള്ള കൃപ ദൈവം എനിക്ക് നൽകി. ഒരു ഈശോസഭ വൈദികൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി കാലത്തിന് അനുയോജ്യമായ രീതിയിൽ മനുഷ്യന് ദൈവത്തിൽ, ക്രിസ്തുവിൽ അർത്ഥം കണ്ടെത്തുവാൻ, അർത്ഥപൂർണമായ ജീവിതം നയിക്കുവാനായിട്ട് സഹായിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈശോസഭ സ്ഥാപിക്കപ്പെട്ടത് പാരീസ് സർവകലാശാലയിലാണ്. പാരീസ് സർവകലാശാല അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു. ആ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസും ഫ്രാൻസിസ് സേവിയറും മറ്റ് 5 പേരും. അപ്പോൾ ആ സർവകലാശാലയുടെ അകത്തളങ്ങളിൽ, ഹോസ്റ്റൽ മുറികളിലും ക്യാമ്പസിലും ഒക്കെയാണ് ഈശോസഭ രൂപം കണ്ടത്. അപ്പോൾ അതൊരു വലിയ തുടക്കവും ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗവുമായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി അന്നത്തെ ലോകത്തിനുള്ള ഏറ്റവും നൂതനമായ രീതിയിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുവാൻ, ദൈവത്തെ അവതരിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ അതുതന്നെയാണ് എൻ്റെ ഒരു സ്വപ്നവും. ഒരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം വളരെ പ്രത്യേകമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ അതിൻ്റെ എല്ലാ കർമ്മ മേഖലകളിലും AI എഴുന്നേറ്റ് നിന്ന് നീ ആരാണ് എന്നൊരു ചോദ്യം ചോദിക്കുന്ന കാലഘട്ടം. ഞാൻ ആരാണെന്നുള്ള മനുഷ്യൻ്റെ ആ ഒരു ചോദ്യത്തിന് മനുഷ്യൻ പുതിയ അർത്ഥം കണ്ടെത്തേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുക എന്നുള്ള ഒരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വളരെ പെട്ടെന്ന് മാറുന്ന ടെക്നോളജി എല്ലാ മേഖലകളിലേക്കും കടന്നു വരുന്ന, പല മേഖലകളിലും മനുഷ്യനെ നിഷ്പ്രഭമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് ദൈവത്തിൽ എങ്ങനെ അർത്ഥം കണ്ടെത്തുവാനായിട്ട് സാധിക്കും, ശരിയായ വഴിയിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ നയിക്കുവാൻ സാധിക്കും, അർത്ഥപൂർണമായ ജീവിതം നയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. അതിന് സഹായിക്കുക, ആ ചോദ്യങ്ങൾക്കൊക്കെ ദൈവത്തിൽ ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുക എന്നുള്ളതാണ് മനസ്സിലുള്ള ഒരു ആഗ്രഹം. ദൈവം നമ്മെ വിളിക്കുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായ പദ്ധതിയോടെയും സ്വപ്നത്തോടെയും ഒക്കെ ആയിരിക്കും ദൈവം നമ്മെ വിളിക്കുക. അവിടുന്ന് നമ്മളെ വിളിച്ച് നിരാശരാക്കുകയില്ല. നമുക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന, സമാധാനം നൽകുന്ന, ഫലപൂർണ്ണത നൽകുന്ന ഒരു ലോകത്തിലേക്കായിരിക്കും അവിടുന്ന് നമ്മെ നയിക്കുക. ആ യാത്രയിൽ ചിലപ്പോഴൊക്കെ തിരമാലകൾ ഉയർന്നു വന്നേക്കാം, കൊടുങ്കാറ്റടിച്ചേക്കാം, ചിലപ്പോൾ വഞ്ചി മറിയുമെന്ന്, മുങ്ങിപ്പോകുമെന്നൊക്കെ പേടി തോന്നാം. പക്ഷേ ആ തിരമാലകളും കൊടുങ്കാറ്റുമൊക്കെ ശമിച്ച് അവിടുന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ആ ലക്ഷ്യസ്ഥാനത്ത് നമ്മുടെ ജീവിത നൗക അവിടുന്ന് എത്തിച്ചേർക്കും. ചിലപ്പോഴൊക്കെ കൂരിരുട്ടിലൂടെ കടന്നു പോകുന്നതായിട്ട് തോന്നാം. പക്ഷേ ആ കൂരിരുട്ടിനപ്പുറത്ത് ദൈവം ഒരു സൂര്യനെ, നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു സൂര്യനെ ഉദിപ്പിക്കും. ഒരു വലിയ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ വരും. വളരെ ആനന്ദവും സംതൃപ്തിയും നൽകുന്ന ഒരു ലോകത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും.
എൻ്റെ ഒരു പൗരോഹിത്യ ജീവിതം എന്നുള്ളത് എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിനും വളരെ ഒരു ദൈവാനുഗ്രഹം, സൗഭാഗ്യമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുക. ഒരുപക്ഷെ ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഈ വഴിയിലൂടെ വരാതെ ഞാൻ ആഗ്രഹിച്ചിരുന്ന വഴിയിലൂടെയൊക്കെ കടന്നു പോയിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ എന്ത് ഉണ്ടാകുമായിരുന്നോ അതിനേക്കാളിലൊക്കെ വളരെയേറെ ദൈവം പരിപാലിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ഒക്കെ ഒരു അനുഭവമാണ് എൻ്റെ കുടുംബത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതും ദൈവം തന്നെയാണ് എന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നത്. ദൈവം ആ സമയത്ത് എൻ്റെ വീടിനെയൊക്കെ പരിപാലിക്കുന്നു എന്നുള്ളതിനൊരു നല്ല തെളിവായിട്ട് എൻ്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നു. പലപ്പോഴും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്തയാണ്, ദൈവം എന്തിനാണ് ഈ ലോകം സൃഷ്ടിച്ചത്? ഈ ഭൗതിക പ്രപഞ്ചം എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്? ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ അവസാനം എന്താണ്? ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ അവസാനം എന്താണ് എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ പലപ്പോഴും കടന്നു വരാറുണ്ട്. അതിനുത്തരം അറിയില്ല, ഒരുപക്ഷെ കണ്ടെത്താനും സാധിക്കുകയില്ല. ദൈവം ഈ ലോകത്തെ വെച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതി എന്താണ്? പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം ഇങ്ങനെ ഒരു വലിയ മാസ്റ്റർ ആർക്കിടെക്റ്റായിട്ട് ലോകം നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു നിർമ്മാണത്തിൻ്റെ യാത്രയിലെ ഒരു കാലഘട്ടത്തിലെ ഒരു പണിക്കാരനായി ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി, അങ്ങനെ എന്നെ തന്നെ കാണുന്നതിൽ, ദൈവം തിരഞ്ഞെടുത്ത ഒരു പണിക്കാരൻ എന്ന് എന്നെ തന്നെ കാണുന്നതിൽ, ഭാവന കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ആത്യന്തികമായി ഈ ലോകം ദൈവം സൃഷ്ടിച്ചത് എന്തിനാണെന്ന് അറിയില്ലെങ്കിലും, എങ്ങോട്ടാണ് ലോകം പോയി തീരുക എന്നറിയില്ലെങ്കിലും, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഒരു നല്ല പണിക്കാരൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള ഒരു നല്ല പണിക്കാരനായി എന്നെ തന്നെ കാണുന്നതിൽ വളരെ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ആപ്തവാക്യമായി എൻ്റെ മനസ്സിലുള്ളത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഈ ഒരു വചനമാണ്. വി ആർ ജസ്റ്റ് അൺവർത്തി സെർവൻസ് ബട്ട് വി മിയർലി ഡു അവർ ഡ്യൂട്ടി. ഞാനൊരു അയോഗ്യനായ ഒരു പണിക്കാരനാണ്, ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഒരു ചിന്തയുമായി, വിശ്വാസവുമായി മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വളരെ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.